കരയായിരുന്നോ? ഏയ്, കണ്ണിലെന്തോ പൊടി വീണ് തുടച്ചതാ. കരഞ്ഞത് അരുണിന്റെയും ഐശ്വര്യയുടെയും കാര്യം ഓർത്തോ, അതോ ശ്രീകുട്ടിയെ പറ്റി ചിന്തിച്ചോ? ഏയ്, എനിക്ക് വിഷമമൊന്നുമില്ല, തോന്നുന്നതാ. വസു, എന്റെ മുന്നിൽ വെറുതെ അഭിനയിക്കുന്ന എന്തിനാ? ഞാൻ തന്നെ കാണാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെ അല്ലല്ലോ, ആണോ? തന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ശ്രീകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നെന്റെ ടെൻഷനാണല്ലേ? അത് എന്തിനാ എന്റെ മുന്നിലും വസു ഇങ്ങനെ ഒരു മുഖംമൂടി അണിഞ്ഞിരിക്കുന്നത്? ശ്രീകുട്ടിയെ തനിക്കിപ്പോ ജീവനാണെന്ന് എനിക്കറിയാം. ഏയ്, മോൾക്കൊന്നും സംഭവിക്കില്ല. മോളെ ഉടൻ കണ്ടെത്തും. ഞാൻ DSP വിളിച്ചിരുന്നു, വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, പേടിക്കണ്ട. അപ്പോ മോൾക്ക് അവളെ വേഗം കണ്ടെത്തുമല്ലേ? പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. താമസിയാതെ മോളെ നമുക്ക് തിരിച്ചു കിട്ടും. ഞാനാ പറയുന്നത്, വിഷമിക്കാതെ. സമയത്രായെന്ന വിചാരം? സാർ ഇതുവരെ എഴുന്നേറ്റില്ലേ? എഴുന്നേക്കാൻ തോന്നുന്നില്ല. അതെ, അത് പറ്റില്ല, എഴുന്നേറ്റേ. ഇങ്ങോട്ടാ വിടു. എണീറ്റ് കോഫി കുടിക്ക. എണീക്കാൻ അതൊന്നും വേണ്ട. ദേ, നല്ല തണുപ്പാ, കോഫി തണുത്തു പോവും, അതുകൊണ്ടാ. വാ, എനിക്ക് പ്ലീസ് പോ. ചെല്ലേ. എടോ, താൻ കോഫി കുടിക്കുന്നില്ലേ? എടോ, എന്താടോ, തനിക്ക് എന്താ പറ്റിയേ? അത് നമ്മുടെ ആദ്യരാത്രി നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചിട്ട് മാത്രമേ പാടുള്ളൂ എന്നാ ജോത്സ്യം പറഞ്ഞിരുന്നേ. പക്ഷേ ഇന്നലെ
ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ? അങ്ങനെയായ സാറിന്റെ ആയുസിന് ദോഷാവുന്ന ജോത്സ്യം പറഞ്ഞിരുന്നു. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാ? ഏയ്, അതൊന്നും പ്രശ്നമില്ലെന്നേ. അല്ല സർ, അത് പ്രശ്നാ. സാറിനത് ആപത്താ. ജോത്സ്യൻ അങ്ങനെ പറഞ്ഞ്. ദേ, വെറുതെ ഓരോന്ന് ചിന്തിച്ച് വിഷമിക്കാതെ. ശരി, ഇപ്പൊ താനത് വിട്ടുകളയെ. നമുക്ക് നാട്ടിലെത്തിയിട്ട് ഒരു നല്ല തന്ത്രിയെ കാണാം. എന്താ ഏതാന്ന് ചോദിച്ചറിയാം. അത് മതിയാവില്ലേ? ഞാനല്ലേ പറയുന്നേ, ഒന്നും ഒരു പ്രശ്നം വരാനില്ലെന്നേ. താൻ ആ കോഫി എടുത്ത് കുടിക്കേ. എനിക്കൊന്നും സംഭവിക്കില്ല. താൻ കോഫി കുടിക്കേ. 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 എണീക്കല്ലേ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. വാ. എണീച്ച് വാ ഉച്ച ഇങ്ങോട്ട്. എണീച്ച് വാ. വരാൻ. ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഓടി. നടക്ക്. വാടി ഇങ്ങോട്ട്. അഭി, ഇങ്ങനെ കരയല്ലേ. ശ്രീകുട്ടിയെ മോളെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം. പോലീസ് ഊർജിതമായിട്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഡിവൈഎസ്പിയെ ഞാൻ ഇപ്പോഴും വിളിച്ചതേ ഉള്ളൂ. എന്റെ മോള് CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്. മോള് ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് തന്നെയാ പോലീസിന്റെ നിഗമനം. ആ സംഭവം നടക്കുമ്പോൾ അഭിരാമി അവിടെ എത്തിയത് എന്തായാലും ഐശ്വര്യ അറിഞ്ഞിട്ടില്ല. ഐശ്വര്യ, നീ കോൾ എടുക്ക്. കാര്യം എന്താണെന്ന് അറിയാലോ. ഹലോ. ഓഫീസിലെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അത് ഞാൻ ഇന്ന് ആ കണക്ക് സെറ്റിൽ ചെയ്ത് തരാമെന്ന് ജാസ്മിൻ ഏറ്റിരുന്ന ദിവസം. മാഡം, എനിക്ക് സുഖമില്ല. സുഖമില്ലേ? അത് നന്നായല്ലോ. എന്നാ അക്കാര്യം എന്താ എന്നെ മുന്നേ അറിയിക്കാഞ്ഞ്? അത് മാഡം, ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. ആ അക്കൗണ്ട് എനിക്ക് ഇന്ന് സെറ്റിൽ ചെയ്ത് കിട്ടണം.
അത്യാവശ്യം. മാഡം അത് പിന്നെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഓഫീസിൽ വരണം, മനസ്സിലായോ? എന്താ ഐശ്വര്യ പറയുന്നേ? ഞാൻ ഇപ്പൊ തന്നെ ഓഫീസിൽ ചെല്ലണമെന്ന്. ഏ? ഇല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഐശ്വര്യയുടെ ഭീഷണി. അരുൺ, എനിക്ക് എന്റെ മോളേക്കാൾ വലുതല്ല ഈ ജോലി. ഇപ്പൊ അങ്ങനെ ചിന്തിക്കാതെ, മോള് ഉടനെ തന്നെ തിരിച്ചെത്തും. അഭി, ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. തൽക്കാലം ഈ ജോലി കളയണ്ട. അഭി, വിഷമമുണ്ട്, ശരിയാ. എങ്ങനെയെങ്കിലും അഭി ഓഫീസിൽ പോകാൻ നോക്ക്. ദേ, ഞാനല്ലേ പറയുന്നേ. എടി പെണ്ണേ, വേഗം കഴിക്ക്. രണ്ടാം പോകാനുള്ളതാ. ഇനി പച്ച വെള്ളം കിട്ടില്ല. നീ കരയാതെ, കരങ്ങ ഒരു തല്ലും. കരയാതിരുന്ന് കഴിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. അവളൊരു സങ്കടം കണ്ണു കുത്തിപ്പൊട്ടിക്കും. നോക്കിക്കോ. എനിക്ക് എന്റെ അമ്മയടുത്ത് പോണം. എടി, ചവിട്ടി ശരിയാക്കുന്നുണ്ട് ഞാൻ. എടുത്ത് കഴിക്കടി. വേണമെങ്കിൽ എടുത്ത് കഴിക്കടി. അവളുടെ ഒരു കരച്ചില്. മര്യാദക്ക് എടുത്ത് കഴിച്ചോ. നീ കരയാതെ, ഇവര് ദുഷ്ടയാ. കണ്ണൂത്തി പൊട്ടിക്കും, കൈയടിച്ചു കൊടുക്കും. ഇത് കണ്ടോ? ഇപ്പൊ നമ്മളെ ഭിക്ഷ എടുക്കാൻ കൊണ്ടുപോകും. നീ കഴിച്ചോ, അല്ലെങ്കിൽ വിശന്ന് രാത്രി വരെ നടക്കേണ്ടി വരും. നീ കരയാതെ കഴിക്ക്. എനിക്ക് എന്റെ അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയടുത്ത് പോണം. അപ്പോ നമ്മുടെ ബിസിനസിന്റെ ആദ്യ മീറ്റിംഗ് ഓക്കെ. സ്പൈസസ് ഡീലിംഗ് സക്സസ്. അവര് നല്ല പോസിറ്റീവായിട്ടാ സംസാരിച്ച്. എല്ലാം നമ്മുടെ ഭാഗ്യം. കണ്ണന്റെ അനുഗ്രഹം. എല്ലാം ഭംഗിയായിട്ട് നടക്കും. വാടി ഇങ്ങോട്ട്. വരാനല്ലേ പറഞ്ഞ. ഒന്ന് അനങ്ങി നടക്ക്. മര്യാദക്ക് വാ ഇങ്ങോട്ട്. വേഗം വാടി. ഇങ്ങോട്ട് വാടി. ഒന്ന് വേഗം നടക്കങ്ങോട്ട്. ഓ, ഇതെന്തൊരു പെണ്ണാ. സാറേ, എന്തെങ്കിലും താങ്കോ സാർ?
പൈസ ഇങ്ങ താടി നടക്ക്. அம்மா பசிக்குதம்மா, பைசா ஏதாவது தாமா. ஆடி இங்கோட்டு. എന്നാ പോവാം. എടാ വെള്ളച്ചാമി, എന്താണ്? ഇത് സുഖമുള്ള ഏർപ്പാടല്ലേ? അതെന്താണ്? അല്ല, പിള്ളേരെ ഇങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നും പിടിച്ചോണ്ട് വരുന്നു, തെണ്ടാൻ വിടുന്നു. ശരിയാണ്, അവര് തന്റെ ആവശ്യം പോലെ രൂപ കൊണ്ടുവരും. നമ്മളിവിടെ ഇങ്ങനെ കുടിച്ചും തിന്നും സുഖിക്കും, അല്ലേണ്ണ? ആ, സന്തോഷമുള്ള ജീവിതം. മുകളിൽ ആകാശം, താഴെ ഭൂമി. നമ്മളിങ്ങനെ ആകാശത്തൂടെ പറന്ന് പറന്ന് നടക്കും. ആ, വാടി ഇങ്ങോട്ട്, ഇങ്ങോട്ട് വരാൻ. എന്താടി നിനക്ക് പറഞ്ഞ കേട്ടാല് അടിച്ചു നിന്നെ. പറയുന്നത് കേട്ട് ജീവിച്ചോ. നടക്ക്, വാടി ഇങ്ങോട്ട്. അണ്ണ രുക്കു തെണ്ടാതെ തിരിച്ചു വരുവാണോ? അതെന്താ അങ്ങനെ? വാടി ഇങ്ങോട്ട്. ഇവിടെ നിക്കേ മുരുകണ്ണ, ആകെ പ്രശ്നോ. എന്താടി റുക്കു, എന്താ പ്രശ്നം? അണ്ണ ഈ കൊച്ചിനെ വെച്ച് തെണ്ടിയ ആരും ഒന്നും തരില്ല. അതെന്താടി? നോക്കിയേ, ഈ സുന്ദരി കൊച്ചിനെയും കൊണ്ട് തെണ്ടാൻ ചെന്നാ ഇവളെന്റെ മോളാന്ന് പറയോ? അത് ശരിയാ. ഏതോ വലിയ വീട്ടിലെ കുട്ടിയാണെന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചോണ്ട് പോവും. എന്ത് ചെയ്യും പറയേ? സംഗതി ശരിയാണ്. എന്നാലേ ഇവളുടെ രൂപം അങ്ങ് മാറ്റിയാലോ നമുക്ക്? ഇവളുടെ മുഖത്ത് കുറെ കരി വാരി തേക്കാം. കണ്ണ് കുത്തി പൊട്ടിക്കുന്നതാ നല്ലത്. കണ്ണു പൊട്ടിയാവുമ്പോ രൂപ ശരിക്ക് കിട്ടും. എന്നൊന്നും ചെയ്യല്ലേ അമ്മ. എനിക്ക് എന്റെ അമ്മയടുത്ത് പോണം. എന്നൊന്നും ചെയ്യല്ലേ അമ്മ. എനിക്ക് എന്റെ അമ്മയടുത്ത് പോണം. എന്നൊന്നും ചെയ്യല്ലേ. വെള്ളച്ചാമി, ഇപ്പൊ തന്നെ ഇവളുടെ കണ്ണു കുത്തി പൊട്ടിക്കണം, അതാ നല്ലത്. അയ്യോ വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ. അത് ഞാൻ ഏട്ടണ്ണ. നിന്നെ കൊണ്ട് പറ്റില്ല, നീ വീണു. ഞാൻ ഇവളുടെ കണ്ണു കുത്തി പൊട്ടിക്കും. അയ്യോ എന്നൊന്നും ചെയ്യല്ലേ.
അതിന് എന്റെ കയ്യിലെ ഈ സിഗരറ്റ് മതി. അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്താ ഇത്? എടി, ഒന്ന് അടങ്ങി നിക്കടി. നിക്കടി ഇവിടെ. അടങ്ങി നിക്കടി. അടങ്ങി നിക്ക. ഇടുകിയടി അവളെ. നിക്കടി. അടങ്ങി നിക്കടി അവിടെ. പിന്നെ ഞാൻ ഒന്നും ചെയ്യല്ലേ അമ്മേ 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 എടി അവിടെ അടങ്ങി നിക്കാൻ. നിക്കടി അവിടെ. എന്താ നിക്കടി. അണ്ണാ അത് ഞാൻ ചെയ്യാണ്ണ. അവളുടെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കാം. ഈ വെള്ളച്ചാമ ഏറ്റെന്ന് പറഞ്ഞ ഏറ്റതാണ്. ഏറ്റതാണ് ഞാൻ കുത്തി പൊട്ടിക്കാം. ഇവളുടെ കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കാണ്. ഞാൻ പൊട്ടിക്കാണ്. കുത്തി പൊട്ടിക്കും. ഛേ, രണ്ടും കുടിച്ച് ബോധം കെട്ടു. ഒരു കണ്ണ ഞാൻ പൊട്ടിക്കാം. പൊട്ടിക്കും. മര്യാദയ്ക്ക് അടങ്ങി നിക്ക.